ഓക്കെ, നമുക്ക് ഇനി ഇന്ന് പെയ്ഡ് ആഡ്സ് എന്താന്ന് നോക്കാം. ഓക്കെ, പെയ്ഡ് ആഡ്സ് എന്ന് പറഞ്ഞാല് പേര് പോലെ തന്നെ എന്താണ്, നമ്മൾ പൈസ കൊടുത്ത് ആഡ് ചെയ്യുന്നത് എന്തും നമുക്ക് എന്താണ് പെയ്ഡ് ആഡ്സ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ജംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ രീതി പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ട്രാഫിക് ഇല്ല ജംഗ്ഷൻ അല്ലെങ്കിൽ ആൾക്കാർ കൂടുന്ന ജംഗ്ഷനിലാണ് നമ്മൾ എന്താക്കുക ബിൽ ബോർഡ് കാര്യങ്ങളൊക്കെ വെക്കുക. എന്തിന്, നമുക്ക് ആൾക്കാർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ആ സെയിം സാധനം തന്നെ നമ്മൾ എന്ത് ഡിജിറ്റൽ മീഡിയത്തിലോട്ട് നമ്മൾ ചെയ്യും. അതായത് ആൾക്കാർ വരുന്ന സ്ഥലത്ത്, അതായത് ഡിജിറ്റൽ മീഡിയത്തിൽ ആൾക്കാർ എവിടെയാണോ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് അങ്ങനത്തെ ആൾക്കാർ സ്പെൻഡ് ചെയ്യുക. അപ്പൊ അവിടെ നമ്മൾ നമ്മളെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ആൾക്കാരെ മുന്നോട്ട് നമ്മളെ കാര്യങ്ങൾ എത്തിക്കുന്നതാണ് എന്ത് പെയ്ഡ് ആഡ്സ് എന്ന് പറയുന്നത്. അതായത് പെയ്ഡ് ആഡ്സ് ആർ ഓൺലൈൻ ആഡ് ദാറ്റ് പീപ്പിൾ ഓർ ബിസിനസ് പേ ടു ഷോ യു സോ ദേ ക്യാൻ പ്രൊമോട്ട് സംതിങ് ദേ വാണ്ട് യു ടു സി. അതായത് നമ്മളെ ഐഡിയൽ ഓഡിയൻസ് എന്താണോ കാണേണ്ടത് അത് നമുക്ക് എന്താക്കാൻ പറ്റും, അവരെ മുന്നിലോട്ട് എത്തിക്കാൻ പറ്റും. അപ്പൊ അതിനാണ് നമ്മൾ എന്താക്കുന്നത് പെയ്ഡ് ആഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പെയ്ഡ് ആഡ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ബിസിനസ് ഓണർ മണി സ്പെൻഡ് ചെയ്യും. എവിടെ? പെയ്ഡ് ആഡ്സ് നെറ്റ്വർക്ക്, അതായത് സോഷ്യൽ മീഡിയ, ഗൂഗിളിന്റെ നെറ്റ്വർക്ക് നേരം നമുക്ക് എന്താണ് ഗൂഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ഉണ്ട്, അതേപോലെ തന്നെ യൂട്യൂബ്, പിന്നെ ഗൂഗിളിൽ കുറച്ച് വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് എന്ത് പെയ്ഡ് ആഡ്സിന്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ നെറ്റ്വർക്കിൽ വരുന്ന ആൾക്കാർ എന്താക്കും, നിങ്ങളെ ആഡ് കാണും. അപ്പൊ ഇവിടുന്ന് ഐഡിയൽ കസ്റ്റമേഴ്സ് എന്താണ് നിങ്ങളെ ആഡ് കാണും. എന്നിട്ട് അവിടെ നിന്ന് എന്താവും, ആഡ് കണ്ടിട്ട് പ്രൊഡക്റ്റിലോട്ട് ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞിട്ട് ആൾക്കാർ എന്താവും ക്ലോസ് ആവും. അപ്പൊ ഇതാണ് എന്ത് പെയ്ഡ് ആഡിന്റെ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ. അതായത് ബിസിനസ് ഓണർ പൈസ ഇറക്കും, അതായത് പെയ്ഡ് ആഡ് നെറ്റ്വർക്കിൽ പോകും, അവിടുന്ന് ഐഡിയൽ കസ്റ്റമേഴ്സ് കാണും, ഐഡിയൽ കസ്റ്റമേഴ്സ് കണ്ടിട്ട് ഈ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താവും, അവർ ക്ലോസ് ആവും. ഓക്കെ, പിന്നെ പെയ്ഡ് ആഡ്സിന് എവിടുന്നാണ് പൈസ പോവുക? അതായത് പെയ്ഡ് ആഡ്സ് രണ്ട് രീതിയിലാണ് പൈസ എടുക്കുക. ഒന്ന് ക്ലിക്കിന്റെ മേലെയും പൈസ എടുക്കും, ഒന്ന് ഇംപ്രഷന്റെ മേലെയും പൈസ എടുക്കും. ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആഡ് കണ്ടിട്ട് ക്ലിക്ക് ചെയ്തിട്ട് പേജ് അല്ല വേറെ എങ്ങോട്ടാണെങ്കിൽ ലോഡ് ആവുന്നതിനാണ് എന്ത് ക്ലിക്ക് എന്ന് പറയുന്നത്. ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുന്നിൽ വരുന്നതിനാണ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരാൾ സ്ക്രോൾ ചെയ്യുന്ന നേരം വെറുതെ ഇതേപോലെ ഒരു പോസ്റ്റർ അല്ലെ ഇതേപോലെ ഒരു പോസ്റ്ററൊക്കെ അവർ മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ സോഷ്യൽ മീഡിയന്നോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതാണ് എന്ത് ഇംപ്രഷൻ. അപ്പൊ ക്ലിക്കിനും ഇംപ്രഷനും മേലാണ് എന്ത് പെയ്ഡ് ആഡ്സ് എമൗണ്ട് എടുക്കുന്നത്. ഓക്കെ, പിന്നെ പെയ്ഡ് ആഡ്സ് നമുക്ക് എന്താണ് രണ്ട് ഇതിലാണ് മെയിൻ ആയിട്ടിരിക്കുന്നത്, സോഷ്യൽ മീഡിയയും അതേപോലെ തന്നെ ഗൂഗിളാണ്. അതായത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ, വേൾഡിൽ തന്നെ നമുക്ക് ടോപ്പായിട്ട് പറയാൻ ഈ രണ്ട് സ്ട്രക്ചർ തന്നെയാണ്, അല്ലെങ്കിൽ ഈ രണ്ട് നെറ്റ്വർക്ക് തന്നെയാണ് മെയിൻ ആയിട്ട് നമുക്ക് പെയ്ഡ് ആഡ്സ് കൊടുക്കാൻ പറ്റും. ഒന്ന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഗൂഗിൾ ആഡ്. ഓക്കെ, അപ്പൊ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഇതേപോലെയായിരിക്കും ആഡുകൾ വരിക. അതായത് നമുക്ക് സ്റ്റോറി, റീല്, അതേപോലെ നമ്മളെ ഫീഡ് അങ്ങനെ ഇതിലോട്ടേക്ക് നമുക്ക് എന്താക്കാം പൊതുവെ ആഡ് കാട്ടുക. ഇപ്പൊ മറ്റേ ഗൂഗിളിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എവിടേക്ക് യൂട്യൂബ് കാണാൻ പറ്റും, ഇപ്പൊ ചില വെബ്സൈറ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, യൂട്യൂബ് കാണാൻ പറ്റും, ചില വെബ്സൈറ്റിലൊക്കെ നമ്മൾ കയറുന്ന നേരം ആഡ് ഒക്കെ വരും. അപ്പൊ അതിന് നമ്മൾ ഡിസ്പ്ലേ എന്ന് പറയാം. അപ്പൊ അങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് സെർച്ച് കാണാൻ പറ്റും. സെർച്ചിൽ നമുക്ക് സ്പോൺസേഡ് എന്ന് പറഞ്ഞു വരുന്നത് എന്താണ്, ഇതും പെയ്ഡ് ആഡ് ആണ്. അതായത് ആൾക്കാർ സെർച്ച് ചെയ്യുന്ന നേരം അതിന്റെ മേലെ വരുന്നതും ഒരു തരത്തിൽ എന്താണ് പെയ്ഡ് ആഡ് ആണ്, സ്പോൺസേഡ് എന്ന് പറഞ്ഞു വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ മെയിൻ ഡിഫറൻസ് എന്താ വെച്ചാല് സോഷ്യൽ മീഡിയയിലും ഗൂഗിൾ ആഡിലും ഇന്റന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോണത് എന്താണ്, സോഷ്യൽ മീഡിയനെ പറ്റിയിട്ടാണ് മെയിൻ ആയിട്ട് പഠിക്കാൻ പോണത്. ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനും ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയ. അത് കാര്യമായിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിന് പേരായിട്ട് പറഞ്ഞത്. ഗൂഗിൾ എന്താന്ന് വെച്ചാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ഈ ഷോർട്ട് ടൈമിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഗൂഗിൾ ആഡ്. പക്ഷെ സോഷ്യൽ മീഡിയ നമുക്ക് എന്താക്കാം പെട്ടെന്ന് പഠിച്ചെടുക്കാനും അതിൽ നമുക്ക് എന്താണ് പെട്ടെന്ന് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താണ്, സോഷ്യൽ മീഡിയ ആണ്. ഓക്കെ, പെയ്ഡ് ആഡ്സിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ആണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഐഡിയ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിപ്പോ ഹെയർ ഓയിലിന്റെ ഐഡിയ ഉണ്ട്. അപ്പൊ എന്താണ് ആ ഒരു പ്രൊഡക്റ്റ് ഇട്ടിട്ട് നമുക്ക് ആഡ് റൺ ചെയ്തിട്ട് ആൾക്കാർക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് എന്താണ് നമുക്ക് പെട്ടെന്ന് ഇതാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമുക്ക് പെയ്ഡ് ആഡ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് അനലിറ്റിക്സ്. അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഡാറ്റയും നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ആഡ്സിൽ കാണാൻ പറ്റും. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ എവിടേക്കാണ് പോകുന്നത്, അതായത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണോ ആൾക്കാർ കൂടുതൽ കാണുന്നത്, ഫീഡിലാണോ ആൾക്കാർ കൂടുതൽ കാണുന്നത്, അങ്ങനത്തെ എല്ലാ ഡാറ്റയും നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ട്രഡീഷണൽ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ
ഒരു ജംഗ്ഷനിൽ ഒരു 2 ഫ്ലക്സും 2 പോസ്റ്ററും വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നതെന്ന് എന്താവില്ല, മനസ്സിലാവില്ല. പക്ഷെ പെയ്ഡ് ആഡ്സിന്റെ കേസിൽ അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു 5 പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ 5 പോസ്റ്റേഴ്സ് 2 വീഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏത് വീഡിയോ ത്രൂ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്, അല്ലെങ്കിൽ വീഡിയോ ആണോ പോസ്റ്റർ ആണോ കൂടുതൽ കളിക്കുന്നത്, അതിൽ ഏതിലാണ് നമുക്ക് പെർഫോമൻസ് കൂടുതൽ കിട്ടുന്നത്, അല്ലെങ്കിൽ അതിൽ ഏതിലാണ് നമുക്ക് കൂടുതൽ നമ്മളെ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നത്, ഈ ഡാറ്റയൊക്കെ നമുക്ക് ഇവിടെ കിട്ടും, പെയ്ഡ് ആഡ്സിനുള്ളിൽ കിട്ടും. പിന്നെ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് എന്താണ്, നമുക്ക് ഇതേപോലെ ഇപ്പം സ്റ്റോറി അല്ലെങ്കിൽ ചില പോസ്റ്റേഴ്സ് കാര്യങ്ങളൊന്നും നമുക്ക് പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ എന്താക്കാൻ പറ്റും, നമുക്ക് ആ ആഡ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് ആ പോസ്റ്റർ മാറ്റിയിട്ട് നമുക്ക് വേറെ പോസ്റ്റർ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഒപ്റ്റിമൈസേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് പെയ്ഡ് ആഡ്സിൽ ഒന്നും പാടെ ഈസിയാണ്. പെയ്ഡ് ആഡ്സിൽ മാത്രം നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒപ്റ്റിമൈസേഷൻ ഒക്കെ. അപ്പൊ നമുക്ക് പെർഫോം ചെയ്യാത്ത ആഡ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പോസ് ചെയ്തിട്ട് ഇതാക്കാൻ പറ്റും. നമുക്ക് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തതാണ് ടാർഗറ്റിംഗ്. അതായത് നമുക്ക് ആരെയാണോ വേണ്ടത് ആ കറക്റ്റ് ഓഡിയൻസിന് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പം യങ്സ്റ്റേഴ്സിനെയാണ് അല്ലെ 20 തൊട്ടിട്ട് 25 ഏജ് വരെയുള്ള ആൾക്കാരെ മാത്രമാണ് വേണ്ടെങ്കിൽ എന്താണ് നമുക്ക് അത് വെച്ച് മാത്രം ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് 20 തൊട്ട് 25 ഏജിലുള്ള വീഡിയോ എഡിറ്റിംഗ് താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം ആഡ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക. പിന്നെ അതേപോലെ നമുക്ക് പല ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ആഡ് കൊടുക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ഈ ആഡ് മാനേജർ ഒക്കെ വരുന്ന നേരം അതിൻ്റെ ഉള്ളിൽ എങ്ങനെ കൊടുക്കുക ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നമുക്ക് ടാർഗറ്റിംഗ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. അതാണ് പെയ്ഡ് ആഡ്സിന്റെ ബെനിഫിറ്റ്. നമുക്ക് എന്താണ് പെയ്ഡ് ആഡ്സിന്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അതായത് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ഉറപ്പാണല്ലോ. അതിൽ ഫസ്റ്റ് വൺ ആണ് നമുക്ക് ബഡ്ജറ്റ് പേ ആൻഡ് പ്ലേ മെത്തേഡ് ആണ്. അതായത് നമുക്ക് പൈസ ഇട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ മാത്രമാണ് പെയ്ഡ് ആഡ്. നമുക്ക് പൈസ ഇല്ലെങ്കിൽ എന്താക്കാൻ പറ്റില്ല, പെയ്ഡ് ആഡ്സ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പിന്നെ അടുത്ത കോംപ്ലക്സിറ്റി. അതായത് പെയ്ഡ് ആഡ്സ് കുറച്ച് കോംപ്ലക്സ് ആണ്. നമുക്ക് അതിന്റെ ഇതേപോലെ ഡാറ്റ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യണം. അതേപോലെ തന്നെ ഈ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കോംപ്ലക്സിറ്റി എന്തിലുണ്ട്, പെയ്ഡ് ആഡ്സിന്റെ ഉള്ളിലുണ്ട്. പിന്നെ അടുത്തൊരു മെയിൻ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ആണ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പം. പണപ്പെരുപ്പം ഇപ്പൊ ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇതാണ് ഇൻഫ്ലേഷൻ എന്നുള്ളത്. അതായത് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നിപ്പം നമുക്ക് ഒരു 50 രൂപക്ക് ഒരു ലീഡ് വരുന്നുണ്ടെന്ന് വിചാരിച്ചോ. നാളെ ചിലപ്പോൾ എന്താവും, ആ ലീഡിന് 100 രൂപ 200 രൂപ വരെ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 10 കൊല്ലം 1 കിലോ ഉള്ളിക്ക് എത്രയാ വില എന്ന് മാത്രം നോക്കിയാൽ മതി. ആ സെയിം സാധനമാണ് നമുക്ക് ഡിജിറ്റലിന്റെ ഉള്ളിൽ സംഭവിക്കുന്നത്. ഇപ്പം ഒരു 10 കൊല്ലം മുന്നേ ഉള്ളിന്റെ വിലയല്ലല്ലോ ഇപ്പം 10 കിലോ 1 കിലോ ഉള്ളിക്ക് വരിക. അതായത് കുറച്ച് മുന്നേ 1 കിലോ ഉള്ളിക്ക് എന്താണ് വില, ഇപ്പം 1 കിലോ ഉള്ളിക്ക് എന്താ വില എന്ന് മാത്രം നോക്കിയാൽ മതി ഇതിന്റെ ഇതെന്താന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതായത് ഒരു 10 കൊല്ലം മുന്നേ ഉള്ളിന്റെ വിലയല്ല ഇപ്പം 1 കിലോ ഉള്ളിക്ക് വരുന്നത്. ഓക്കെ. അവിടെ ഇൻഫ്ലേഷൻ സംഭവിച്ചു. ഈ സെയിം സാധനം ഡിജിറ്റൽ കേസിൽ അല്ലെങ്കിൽ ഒരു ലീഡിന്റെ മേലെ സംഭവിക്കുന്നത് ഒരു പെയ്ഡ് ആഡ്സിന്റെ ലീഡിന്റെ മേലെയും എന്താവും സംഭവിക്കും ഇൻഫ്ലേഷൻ. അതായത് നമുക്കൊരു ലീഡ് ഇപ്പം 50 രൂപക്ക് വരികയാണെങ്കിൽ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു കുറച്ച് കൊല്ലം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും അതിന്റെ എമൗണ്ട് കൂടാൻ നമുക്ക് ചാൻസ് ഉണ്ട്. അപ്പൊ ഇൻഫ്ലേഷനിലത് നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റൂല. മൈൻഡിൽ വെച്ചാൽ മതി, ഇൻഫ്ലേഷനും ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ ചില ബിസിനസ് ഓണേഴ്സ് പറയും എനിക്ക് പണ്ട് ഇത്ര രൂപയ്ക്ക് ഇനി ലീഡ് വന്നേ എന്താന്നൊക്കെ ചോദിക്കും. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഉത്തരാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു റീസൺ ആണ് ഇൻഫ്ലേഷൻ നടക്കുന്നത്. പിന്നെ അടുത്ത വോൾട്ടിലിറ്റി. പെയ്ഡ് ആഡ്സിൽ എന്താണ് കഴിഞ്ഞ് ലാസ്റ്റ് പോയിന്റ് ആണ് നമുക്ക് വോൾട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. വോൾട്ടിലിറ്റി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കൊറോണ ടൈമിൽ എന്താണ് ആൾക്കാർ കൂടുതൽ ഡിജിറ്റൽ സ്പേസിലോട്ടൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. ആ ടൈമിൽ തന്നെ എന്താ സംഭവിച്ചു വെച്ചാല് ചില ഈ കീവേഡ്സ് ഒക്കെ അവരെന്താക്കാൻ തുടങ്ങി, ബാൻ ചെയ്യാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കൊറോണ ടൈമിൽ നമുക്ക് വാക്സിനിലെ വാക്കുകൾ എന്താണ് ഉപയോഗിക്കുന്നത് അധികം ബാൻ ചെയ്യാൻ തുടങ്ങി. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതേപോലെ തന്നെ ഈ നമ്മളെ പൊളിറ്റിക്കൽ ഇതൊക്കെ മാറുന്നതിനനുസരിച്ചിട്ട് എന്താണ് ഈ ആഡിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാറും. അപ്പൊ അതൊക്കെയാണ് ഈ വോൾട്ടിലിറ്റിയിൽ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പണ്ട് അല്ലെങ്കിൽ കുറച്ച് മുന്നേ നമുക്ക് ഒരു തടിച്ച ആളെയും മെലിഞ്ഞ ആളെയും കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് ആഡ് കൊടുക്കുകയും, അതായത് ഈ തടിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മാറാം എന്ന് പറഞ്ഞിട്ട് എന്താക്കാം ഒരു ആഡ് അങ്ങനത്തെ തരത്തിൽ ആഡ് കൊടുക്കുകയും. പക്ഷെ ഇപ്പൊ നമുക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അത് കൊടുത്തു കഴിഞ്ഞാല് ഫേസ്ബുക്ക് എന്താക്കും, പോളിസി വയലേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ആഡ് ബ്ലോക്ക് ചെയ്യും. കാരണം അവിടെ അവരെന്താ പറയുന്നത് വെച്ചാൽ ബോഡി ഷേമിങ് എന്ന് പറയുന്ന സാധനമാണ് പറയുന്നത്. ഓക്കെ. ഇതേപോലെ ഈ കൾച്ചറൽ ചേഞ്ച് അല്ലെങ്കിൽ എക്കണോമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഇപ്പൊ കൊറോണ പോലത്തെ ഇവന്റ്, അപ്പൊ അങ്ങനത്തെ പരിപാടികളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെതായ ചേഞ്ചസ് ആഡിനുള്ളിൽ കൊണ്ടുവരും.
ഓക്കെ. അതിന്റെ ഈ വോൾട്ടിലിറ്റിന്റെ പിന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നതാണ് iOSന്റെ ഒരു അപ്ഡേറ്റ്. iOS അല്ലെങ്കിൽ ആപ്പിൾ എന്ത് ചെയ്ത് കുറച്ച് ഡാറ്റ പ്രൈവസി കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ ഇതും എന്താണ് ഒരു വോൾട്ടിലിറ്റിന്റെ ഭാഗമാണ്. അപ്പൊ ആ ഒരു ടൈം കൊണ്ടുവന്നപ്പോ എന്തേനി അവര് ഇതുവരെ വെച്ചൊരു ഒരു അല്ലെങ്കിൽ ആ ടൈമിൽ കുറെ ആഡിന് കുറെ ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ട്. ഇനി പെർഫോമൻസ് ഒന്നും വിചാരിച്ച രീതി കിട്ടുന്നില്ല. ഇനി ഇപ്പം അഡാപ്റ്റ് ആയി. ഇപ്പൊ എല്ലാ പ്രൊഫഷണൽസും ആഡ് എക്സ്പെർട്ടും ഒക്കെ അതിനനുസരിച്ചിട്ട് അഡാപ്റ്റഡ് ആയി. അതേപോലെ തന്നെ പ്ലാറ്റ്ഫോംസും അതിനനുസരിച്ചിട്ട് എന്തായി അഡാപ്റ്റഡ് ആയി. അവർ അതിനുള്ള സൊല്യൂഷൻസും ഒക്കെ കൊണ്ടുവന്നു. പക്ഷെ ഇങ്ങനത്തെ വോൾട്ടിലിറ്റി എന്തിലുണ്ടാവും? നമുക്ക് പെയ്ഡ് ആഡ്സിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്ലാസ് കാണാം.